ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസിലുള്ള പാർട്ട് സിയിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 24 എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് സിയോൺ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കുറേ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമ്മളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ട് ക്യാഷ് ബാലൻസ് അസർട്ടൈൻ ക്യാഷ് ബാലൻസ് ഫോർ ദ മന്ത് യൂസിങ് ആൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നാണ് നമ്മളോട് പറയുന്നത്. കുറേ ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000, പർച്ചേസ് ഫർണിച്ചർ ₹4,500, then cash purchase ₹25,000, credit sales to Anand ₹43,000, salary to staff ₹12,000, then received from Anand 17,500. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ടാലി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കത് ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നേ ഇപ്പോൾ ഓരോ ട്രാൻസാക്ഷനിലുള്ള അടങ്ങിയിട്ടുള്ള ലെഡ്ജേഴ്സ് ഏതൊക്കെ, ആ ലെഡ്ജേഴ്സ് ടാലിയിൽ ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ വൗച്ചർ ടൈപ്പിലൂടെയാണത് ആ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആണ്. ജേർണലി വരിക ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. നമുക്കറിയാം ടാലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ട് ഡിഫോൾട്ട് ആയിട്ടുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വരും. അതിലൊന്ന് ക്യാഷ് ആണ്, രണ്ടാമത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ദെൻ അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറാണ്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് ഓഫീസ് ഫർണിച്ചർ ₹4,500. ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്. ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അപ്പോൾ ഇത് ഫർണിച്ചർ എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ തേർഡ് ട്രാൻസാക്ഷൻ ക്യാഷ് പർച്ചേസ് ₹25,000, 25,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയാണ്. അപ്പോൾ എൻ്റെ ഒരു പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. പർച്ചേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത് ക്രെഡിറ്റ് സെയിൽസ് ടു ആനന്ദ്. ആനന്ദിന് നമ്മൾ 43,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു എന്നുള്ളതാണ്. അപ്പോൾ ആനന്ദ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്, ആനന്ദ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ രണ്ട് ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആനന്ദ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആനന്ദ് അക്കൗണ്ട് എന്ന് പറയുന്നത് സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സെയിൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. then അടുത്തത് സാലറി ടു സ്റ്റാഫ് ₹12,000 ആണ്. സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് 12,000. അപ്പോൾ സാലറി അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. ദെൻ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റഡ് ആണ്. ദെൻ ലാസ്റ്റ് വൺ റിസീവ്ഡ് ഫ്രം ആനന്ദ് ₹17,500. ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് 17,500 രൂപ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ആനന്ദ് അക്കൗണ്ട് ആണ്. രണ്ട് ലെഡ്ജേഴ്സും ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ട്രാൻസാക്ഷനും ഏതൊക്കെ വൗച്ചർ ടൈപ്പുകളിലൂടെയാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ, അത് നമുക്ക് റെസിപ്റ്റ് ആണ്. ബിസിനസ് സംബന്ധിച്ചിടത്തോളം അതൊരു റെസിപ്റ്റ് ആണ്. അപ്പോൾ F6 റെസിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വൗച്ചർ ടൈപ്പിലൂടെയാണ് നമ്മളത് ചെയ്യേണ്ടത്. രണ്ടാമത്തത് ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്. അത് F5 പേയ്മെൻറ്റ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ തേർഡ് വൺ പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണ്, വിൽക്കുന്നതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങുകയാണ്, ഗുഡ്സ് വാങ്ങുകയാണ്. അത് പർച്ചേസസ് F9 പർച്ചേസസ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ അടുത്തത് ആനന്ദിന് നമ്മൾ സാധനങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് വിൽക്കുകയാണ്. അപ്പോൾ സെയിൽസ് ആണ്. F8 സെയിൽസ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ സാലറി കൊടുക്കുകയാണ്, സ്റ്റാഫിന് സാലറി കൊടുക്കുകയാണ്, അതൊരു പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ആനന്ദിൻ്റെ കയ്യിൽ നമുക്ക് പൈസ കിട്ടുകയാണ്. ആ പൈസ കിട്ടുന്ന സമയത്ത് നമ്മൾ റെസിപ്റ്റ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ടാലി ചെയ്യാൻ നോക്കാം.
അപ്പോൾ ടാലി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. കമ്പനിയുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട് സിയോൺ കെമിക്കൽസ് എന്നാണ് കമ്പനിയുടെ പേര്, സിയോൺ കെമിക്കൽസ്. ദെൻ ഇതിൽ അഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, നിർബന്ധമില്ല. ദെൻ മെയിൻറ്റെയിൻ, ഇവിടെ മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ അക്കൗണ്ട്സ് മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെ കൂടെ ഇൻവെൻട്രിയും കൂടെ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇൻവെൻട്രി ചെയ്യുന്നില്ല, അക്കൗണ്ട്സ് ഓൺലി എന്ന് പറയുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഫിനാൻഷ്യൽ ഇയർ 2016 ജനുവരിയിലുള്ള ട്രാൻസാക്ഷനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2016 ജനുവരി ഉൾക്കൊള്ളുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഫിനാൻഷ്യൽ ഇയർ ഫ്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻസ് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ മറ്റുള്ള കാര്യങ്ങളും ഡിഫോൾട്ട് ആയിട്ടുള്ളത് തന്നെ യെസ് കൊടുക്കുക. അപ്പോൾ സിയോൺ കെമിക്കൽസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനിലുള്ള പ്രോബ്ലം ചെയ്യുന്ന സമയത്തും ഓരോ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് കമ്പനികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് വേണ്ടി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ട്രാൻസാക്ഷൻ നമ്മൾ അതേ കമ്പനിയിൽ തന്നെ ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല. ഓരോ ക്വസ്റ്റ്യനും പബ്ലിക് എക്സാം ഒക്കെ ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് കമ്പനികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അക്കൗണ്ട്സ് ഓൺലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തത് ഈ ഫിനാൻഷ്യൽ ഇയർ ഏത് ഡേറ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ആ ഒരു ഡേറ്റ് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. നമുക്കറിയാം കമ്പനി ക്രിയേറ്റ് വരുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് 2 ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വരും. ക്യാഷ് അക്കൗണ്ടും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. നമ്മൾ വീണ്ടും ആ ഒരു ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ലെഡ്ജേഴ്സ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യം എല്ലാ ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിയോൺ കെമിക്കൽസ് എന്ന് പറയുന്നതാണ് ഇവിടെ കറണ്ട് കമ്പനി. ആ കമ്പനിയുടെ ഗേറ്റ് വേ ഓഫ് ടാലിയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിലുള്ള അക്കൗണ്ട്സ് ഇൻഫോയിലൂടെ പോയി നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സിംഗിൾ ലെഡ്ജർ മോഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റലാണ്. ക്യാഷ് ഓൾറെഡി നമുക്ക് ഇതിൽ ക്രിയേറ്റഡ് ആണ്, നമ്മളത് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് നോക്കാം എന്തൊക്കെ ലെഡ്ജേഴ്സാണ് ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ക്യാഷും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മളത് ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പേരാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഒരിക്കലും തന്നെ നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് അല്ല തന്നിട്ടുള്ളത്, നമുക്ക് ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ട്രാൻസാക്ഷൻ ആയിട്ട് തരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രയൽ ബാലൻസ് തരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ട് പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഓരോ ഡേറ്റിനുള്ള ട്രാൻസാക്ഷൻ ആണ് തരുന്നത്. നമ്മൾ അതാത് ഡേറ്റുകളിലുള്ള ട്രാൻസാക്ഷൻ ആയിട്ടാണ് ചെയ്തിട്ടാണ് പ്രോബ്ലം എന്ത് ചെയ്യേണ്ടത്, ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ accept കൊടുക്കുകയാണ്, സേവ് ചെയ്യാണ്. അപ്പോൾ ഒന്നാമത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ആയി. ദെൻ രണ്ടാമത്തത് പർച്ചേസ് ഓഫീസ് ഫർണിച്ചർ ₹4500 ആണ്. 4500 രൂപയുടെ ഓഫീസ് ഫർണിച്ചർ വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ജേർണലിൻ്റെ വരെ ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് ആണ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ഗ്രൂപ്പിൽ വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, നമ്മൾ accept കൊടുക്കുക. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ്, നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത് ക്യാഷ് പർച്ചേസ് ആണ്. എൻട്രി വരെ പർച്ചേസസ് അക്കൗണ്ട് ടു ക്യാഷ് ആണ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, നമുക്ക് accept ചെയ്യാം. ദെൻ അടുത്തത് ക്രെഡിറ്റ് സെയിൽസ് ടു ആനന്ദാണ്. ആനന്ദിന് നമ്മൾ 43,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു എന്നുള്ളതാണ്. അപ്പോൾ എൻട്രി വരെ ആനന്ദ് അക്കൗണ്ട് ടു സെയിൽസ് ആണ്. അപ്പോൾ ആനന്ദ് അക്കൗണ്ട് എന്ന് പറയുന്ന
ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആനന്ദ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം സൺട്രി ഡെപ്റ്റർ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൺട്രി ഡെപ്റ്റർ ആണ്. അപ്പോൾ സൺട്രി ഡെപ്റ്റർ ആയിട്ടുള്ള ആനന്ദ്, സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ആനന്ദ് അക്കൗണ്ട് എന്ന് പറയുന്ന കസ്റ്റമറുടെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മെയിൻറ്റെയിൻ ബിൽ ബൈ ബിൽ എന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഏത് ബില്ലിലേക്കാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ബിൽ ബൈ ബിൽ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യെസ് നോ കൊടുക്കാം. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തത് ആനന്ദ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് ആണ്. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സെയിൽസ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ സാലറി ടു സ്റ്റാഫ് ₹12,000. നമ്മൾ 12,000 രൂപ സാലറി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്. ക്യാഷ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. അപ്പോൾ സാലറി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സാലറി അക്കൗണ്ട് നമുക്കറിയാം ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ പേ റിസീവ്ഡ് ഫ്രം ആനന്ദ് ₹17,500. ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 17,500 രൂപ റിസീവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ആനന്ദ് അക്കൗണ്ട് എന്നാണ് വരിക. രണ്ട് ലെഡ്ജേഴ്സും ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ അക്കൗണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേയിലൂടെ നമുക്കിത് കാണാൻ കഴിയും. ആനന്ദ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ടാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ദെൻ പർച്ചേസ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, ദെൻ സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസാക്ഷൻ ചെയ്യുന്നത് വൗച്ചർ എൻട്രിയിലൂടെയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് ഇപ്പോൾ ഇതിൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള ആ ഒരു മോഡലല്ല വന്നിട്ടുള്ളത്. നമുക്കത് F11 എന്നടിച്ചുകൊണ്ട് നമുക്കത് അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. ദെൻ ഇവിടെ F12 ഫീച്ചേഴ്സ് അടിച്ചുകൊണ്ടാണ് നമ്മളിതിൽ യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെൻറ്റ് റിസിപ്റ്റ് കൊണ്ട അത് നമ്മൾ നോ കൊടുക്കുകയാണ്. ദെൻ അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു രൂപത്തിലേക്ക് മാറി വരും. ഞാൻ ചെയ്തത് F12 ഫീച്ചേഴ്സ് അടിച്ചതിന് ശേഷം യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ റിസിപ്റ്റ് പേയ്മെൻറ്റ് കൊണ്ട അത് സിംഗിൾ എൻട്രി എന്നുള്ളത് നോ കൊടുത്തു. ഇവിടെ അല്ല കൊടുത്തത്, ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അത് ഈ ഒരു രൂപത്തിലേക്ക് വന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റലാണ്. അപ്പോൾ ഡേറ്റ് നമ്മൾ ആദ്യം നോക്കണം. ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2016. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ആദ്യം 2 എൻട്രി ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം 2 എൻട്രി എന്താണോ അത് സെലക്ട് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 50,000. ദെൻ യൂസ് ക്രെഡിറ്റ്, ഇവിടെ നമ്മൾ യെസ് കൊടുക്കുക. ക്രെഡിറ്റ് 2 ബൈക്ക് പകരം ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള എൻട്രി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് എൻട്രിയാണ് ആദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടാണ് 50,000 രൂപ 50,000 അടിക്കുക. ദെൻ ഡെബിറ്റ് എൻട്രി വരുന്നത് ക്യാഷ് ആണ് 50,000. അപ്പോൾ ഇവിടെ നറേഷൻ ചെയ്താൽ ക്യാഷ് ബ്രോട്ട് ആസ് ക്യാപിറ്റൽ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒന്നാമത് ഏത് വൗച്ചർ ടൈപ്പിലൂടെയാണ് ചെയ്തത്, റെസിപ്റ്റ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിലൂടെയാണ് ചെയ്തത്. ഡേറ്റ് 1 ജനുവരി 2016 ആണ് എൻ്റർ കൊടുക്കുക. ദെൻ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് ഓഫീസ് ഫർണിച്ചർ ₹4,500. 4,500 രൂപയുടെ ഫർണിച്ചർ നമ്മൾ വാങ്ങി. ഡേറ്റ് കറക്റ്റ് ഡേറ്റ് തന്നെയാണ്, ഇതേ സെയിം ഡേറ്റ് തന്നെയാണ്, 1 ജനുവരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ F2 അടിച്ചിട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, 1-ാം തീയതി തന്നെയാണ്. പക്ഷേ വൗച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് F5 പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നുമില്ല, നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ കീബോർഡിന് മുകളിൽ F5 ക്ലിക്ക് ചെയ്യാം. F5 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് എൻട്രിയാണ് ആദ്യം വരുന്നത്. അപ്പോൾ എൻട്രി വരിക ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ആണ്.
അപ്പോൾ നമ്മൾ ആദ്യം ഫർണിച്ചർ അക്കൗണ്ട് എമൗണ്ട് 4500, ക്രെഡിറ്റ് എൻട്രി വരുന്നത് ക്യാഷ് ആണ്, ക്യാഷ് അക്കൗണ്ട്. ദെൻ പർച്ചേസ് ഫർണിച്ചർ, നറേഷൻ ചെയ്ത പർച്ചേസ് ഫർണിച്ചർ. Then third transaction, cash purchase rupees 25,000, 25,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങി എന്നുള്ളതാണ്. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഇട്ടേഡ് ടു ക്യാഷ് ആണ്. പർച്ചേസ് ചെയ്യേണ്ടത് നമ്മൾ F9 പർച്ചേസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡ് നമ്മളുള്ള F9 പ്രസ് ചെയ്യുക. ദെൻ ഇവിടെ റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്, പാർട്ടീസ് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൗച്ചർ ആ ഒരു ഇതിലേക്ക് ഇൻവോയ്സ് അല്ല, വൗച്ചർ ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്നത്. നമ്മൾ വൗച്ചർ ടൈപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എൻട്രി ചെയ്താൽ മതി. റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഇൻവോയ്സിൻ്റെ മുകളിലുള്ള നമ്പറാണ്. എത്രയാണോ ആ നമ്പർ നമ്മൾ എൻട്രി ചെയ്യാം. ദെൻ ക്രെഡിറ്റ് എൻട്രി ആണ് ഇവിടെ ആദ്യം ചോദിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഇട്ടേഡ് ടു ക്യാഷ് ആണ്. അപ്പം നമ്മൾ ആദ്യം ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എൻട്രി ആദ്യം സെലക്ട് ചെയ്യാം. ക്യാഷ് 25,000 രൂപയുടെ സാധനമാണ് നമ്മൾ വാങ്ങുന്നത്. ദെൻ ഡെബിറ്റ് എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ആണ്. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ റുപ്പീസ് 25,000 എത്രയാണോ വാങ്ങുന്നത് നറേഷൻ ചെയ്താൽ. അപ്പം മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് അക്കൗണ്ട് ഇട്ടേഡ് ടു ക്യാഷ്. ഇവിടെ നോക്കേണ്ടത് ആദ്യം ക്രെഡിറ്റ് എൻട്രി ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ആദ്യം നമ്മൾ ക്രെഡിറ്റ് എൻട്രി പാസ് ചെയ്യാം. ദെൻ 25,000. ദെൻ അടുത്തത് ക്രെഡിറ്റ് സെയിൽസ് ടു ആനന്ദ് ആണ്. ആനന്ദ് അക്കൗണ്ട് ഇട്ടേഡ് ടു സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ F8 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. ഇവിടെയും വൗച്ചർ രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ അയാൾ വിൽക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ നമ്പറാണ്. എത്രയാണോ ഡോക്യുമെൻറ്റ് നമ്പർ അത് നമ്മൾ എൻ്റർ ചെയ്യാം. ഇവിടെ ഡേറ്റ് മാറ്റിയില്ല, അതേ സെയിം ഡേറ്റ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഡെബിറ്റ് എൻട്രി ആണ് ആദ്യം വരുന്നത്. ആനന്ദ് അക്കൗണ്ട് ഇട്ടേഡ് ടു സെയിൽസ് ആണ്. അപ്പോൾ ആനന്ദ് അക്കൗണ്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. ദെൻ 43,000 രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ വിൽക്കുന്നത്. ദെൻ ക്രെഡിറ്റ് എൻട്രി ആനന്ദ് അക്കൗണ്ട് ഇട്ടേഡ് ടു സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. 43,000. സോൾഡ് ഗുഡ്സ് ടു ആനന്ദ് ഓൺ ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ സാധനം വെക്കുന്നത്. അത് ചെയ്താൽ ഓക്കെ, 44,000 രൂപയുടെ സാധനം വിറ്റു. ദെൻ ഇനി അടുത്തത് സാലറി ടു സ്റ്റാഫ് റുപ്പീസ് 12,000. അപ്പോൾ സാലറി അക്കൗണ്ട് ഇട്ടേഡ് ടു ക്യാഷ് ആണ് വരിക. അപ്പോൾ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ഡേറ്റ് മാറുന്നുണ്ട്, 2-ാം തീയതി ആകുന്നുണ്ട്. അപ്പോൾ F2 അടിക്കുക, നമ്മൾ 2 എന്ന് 2/1/2016 എന്ന ഡേറ്റ് ചേഞ്ച് ചെയ്യുക. ദെൻ F5 പേയ്മെൻറ്റ് എന്ന് പറയുന്നത് F5 ആണ്. അപ്പോൾ സാലറി അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് 12,000 ആണ്. ദെൻ ക്യാഷ് പെയ്ഡ് സാലറി നറേഷൻ ചെയ്ത പെയ്ഡ് സാലറി. ഓക്കെ. ദെൻ അടുത്ത ലാസ്റ്റ് ട്രാൻസാക്ഷൻ റിസീവ്ഡ് ഫ്രം ആനന്ദിൻ്റെ കയ്യിൽ നിന്നും 17,500 രൂപ നമ്മൾ റിസീവ് ചെയ്യാണ്. അപ്പോൾ F6 ആണ് വേണ്ടത്. ഡേറ്റ് കറക്റ്റ് 2-ാം തീയതിയാണ്. അപ്പോൾ ആദ്യം ക്രെഡിറ്റ് എൻട്രി ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്, ആനന്ദിൻ്റെ കയ്യിൽ നിന്നാണ് 17,500 രൂപ. ദെൻ ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. ക്യാഷ് ഇവിടെ ഇതാ റിസീവ്ഡ് ഫ്രം ആനന്ദ് 17,500 രൂപ. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് പറയുന്നത് എത്രയാണ് ക്യാഷ് ബാലൻസ് ഉള്ളത് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഡിസ്പ്ലേ അക്കൗണ്ട്സ് ബുക്ക് ക്യാഷ് ബാങ്ക് പോവുക. ക്യാഷ് അക്കൗണ്ട് ജനുവരിയിലുള്ള ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ജനുവരിയിൽ എത്ര പൈസ നമുക്ക് റിസീവ് കിട്ടിയിട്ടുണ്ട്, 67,500 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് 41,500 രൂപയാണ്. ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ 26,000 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് 2016 1 ജനുവരി 2016 F2 അടിച്ച് നമുക്ക് പീരീഡിൽ വേണമെങ്കിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ 1/1/2016 ടു 31/1/2016 എന്നുള്ള ഡേറ്റാണ് 26,000. അപ്പോൾ ഇത് നമുക്ക് 1/1/2016 31/12/2016 ഏത് ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുവരെയുള്ള ട്രാൻസാക്ഷൻ നമ്മൾ 2 ഡേറ്റ് കൊടുക്കുന്ന അതുവരെയുള്ള ട്രാൻസാക്ഷൻസിൻ്റെ നെറ്റ് ബാലൻസ് ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ
ആദ്യം ചെയ്തത് എല്ലാ ലെഡ്ജേഴ്സ്, കുറേ ലെഡ്ജേഴ്സ്, ഈ ട്രാൻസാക്ഷനിൽ വരുന്ന എല്ലാ ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട്സ് ഇൻഫോ, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ദെൻ അതിനുശേഷം നമ്മൾ എല്ലാ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് വൗച്ചർ എൻട്രി, അക്കൗണ്ടിങ് വൗച്ചർ എൻട്രി പാസ് ചെയ്തുകൊണ്ട് ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്രയാണ് നമുക്ക് ക്യാഷ് ബാലൻസ് ഉള്ള റിപ്പോർട്ട് എന്ന് പറയുന്ന ഹെഡിലുള്ള ഡിസ്പ്ലേ അക്കൗണ്ട്സ് ബുക്ക് ക്യാഷ്, ആ ക്യാഷ് തന്നെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഓരോ മാസത്തെയും ബാലൻസ് നമുക്ക് കൂടെ കാണാം. നമ്മൾ ജനുവരിയിലുള്ള ബാലൻസ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ 26,000 രൂപയുടെ ക്യാഷ് ബാലൻസ് നമുക്ക് കൂടെ കാണുന്നതാണ്.